വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. പരീശന്മാരും സദൂക്യരും തന്നെ സമീപിച്ച് തന്നെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഒരടയാളം അവരെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. താൻ അവരോട് ഉത്തരം പറഞ്ഞു, സന്ധ്യയാകുമ്പോൾ തെളിവാണ്. എന്തെന്നാൽ ആകാശം ചുവന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. രാവിലെയോ ഇന്ന് മഴയാണ്. എന്തെന്നാൽ ആകാശം മൂടലായി ചുവന്നിരിക്കുന്നുവെന്നും നിങ്ങൾ പറയുന്നുണ്ട്. കപടഭക്തരെ, ആകാശത്തിൻ്റെ ഭാവത്തെ വിവേചിക്കുവാൻ നിങ്ങൾക്കറിയാം. ഈ കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്കറിഞ്ഞുകൂടെയോ? ദുഷിച്ചതും വ്യഭിചരിക്കുന്നതുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ ഒരടയാളവും അതിന് നൽകപ്പെടുകയില്ല. താൻ അവരെ വിട്ടുപോയി തൻ്റെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയപ്പോൾ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. താൻ അവരോട്, നോക്കുവിൻ, പരീശരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിൽ നിന്നും സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. തങ്ങൾ അപ്പമെടുക്കാതിരുന്നതിനാലായിരിക്കും എന്ന് അവർ ഉള്ളിൽ വിചാരിച്ചു. യേശു അതറിഞ്ഞ് അവരോട്, അല്പവിശ്വാസികളെ, അപ്പമെടുക്കാതിരുന്നതിനാലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതെന്ത്? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? 5000 പേരുടെ 5 അപ്പവും നിങ്ങൾ എത്ര കൊട്ട എടുത്തുവെന്നും 4000 പേരുടെ ആ 7 അപ്പവും എത്ര വൻകൊട്ടകൾ നിങ്ങൾ മിച്ചമെടുത്തു എന്നതും ഓർക്കുന്നില്ലയോ? പരീശരുടെയും സദൂക്യരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കാതിരുന്നത് എന്തുകൊണ്ട്? പരീശരുടെയും സദൂക്യരുടെയും ഉപദേശത്തിൽ നിന്നല്ലാതെ അപ്പത്തിൻ്റെ പുളിപ്പിൽ നിന്നല്ല തങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവാൻ താൻ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. യേശു പീലിപ്പോസിൻ്റെ കൈസറിയ പ്രദേശത്ത് വന്നപ്പോൾ ശിഷ്യരോട്, മനുഷ്യപുത്രനായ ഞാൻ ആരാകുന്നു എന്നാണ് മനുഷ്യർ എന്നെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു. അവർ അവനോട്, അങ്ങ് യോഹന്നാൻ സ്നാപകനാണ് എന്ന് ചിലരും, ഏലിയായാണെന്നും മറ്റു ചിലരും, ഏലിയായോ അല്ലെങ്കിൽ ദീർഘദർശിമാരിൽ ഒരുവനോ എന്ന് വേറെ ചിലരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് താൻ ചോദിച്ചു. ശിമോൻ കീഫ, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നു എന്നുത്തരം പറഞ്ഞു. യേശു ഉത്തരമായി അവനോട്, യൗനായുടെ മകനായ ശിമോനെ, നീ ഭാഗ്യവാൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവല്ലാതെ ജഡവും രക്തവുമല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. ഞാനും നിന്നോട് പറയുന്നു, നീ കേഫയാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാളവാതിലുകൾ അതിന്മേൽ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു. താൻ മശിഹായാണെന്ന് ആരോടും പറയരുത് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മുതൽ യേശു താൻ യെരുശലേമിലേക്ക് പോകുവാനിരിക്കുന്നുവെന്നും കശീശന്മാരിൽ നിന്നും പ്രധാനാചാര്യന്മാരിൽ നിന്നും ശ്രോപ്പന്മാരിൽ നിന്നും വളരെയേറെ പീഡ അനുഭവിക്കുവാനും കൊല്ലപ്പെടുവാനും 3-ാം നാൾ പുനരുത്ഥാനം ചെയ്യുവാനും ഇരിക്കുന്നുവെന്നും തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുവാൻ തുടങ്ങി. കീഫ തന്നെ കൂട്ടിക്കൊണ്ടുപോയി, കർത്താവേ, അങ്ങേക്ക് ഇങ്ങനെ സംഭവിക്കാനിടയാകരുതേ എന്ന് തന്നെ വിലക്കിക്കൊണ്ട് പറയുവാൻ തുടങ്ങി. താൻ തിരിഞ്ഞ് കീഫായോട്, സാത്താനെ, നീ എൻ്റെ പിന്നിൽ പോകൂ, നീ എനിക്ക് തടസ്സമാകുന്നു. എന്തെന്നാൽ മനുഷ്യൻ്റേതല്ലാതെ ദൈവത്തിൻ്റേത് നീ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട്, എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്തെന്നാൽ തൻ്റെ ജീവൻ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ നശിപ്പിക്കും. എന്നെ പ്രതി തൻ്റെ ജീവൻ നശിപ്പിക്കുന്നവൻ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവന് എന്ത് പ്രയോജനം? അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരമായി മറ്റെന്ത് കൊടുക്കും? എന്തെന്നാൽ മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടി വരുവാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോ മനുഷ്യനും അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണും വരെ
മരണം ആസ്വദിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമീൻ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ.